Yo, Majus, welcome back to our channel. So, it's Let's Play episode 21. And ഇന്ന് നമ്മൾ നമ്മുടെ മെഗാ അയൺ ഫാം കംപ്ലീറ്റ് ആക്കാൻ പോവാണ്. ആൻഡ് ഇന്ന് നമ്മൾ എഴുതാൻ പോകുന്ന പേര് ഗെയിമിംഗ് വിത്ത് പശുവിൻ്റെ ആണ്. പശുവൊക്കെ നമ്മുടെ കൂടെ നമ്മുടെ ലൈവിലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് ഈ നെയിം കറക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ അടുത്ത എപ്പിസോഡിലേക്ക് നമ്മളിത് ഫാക്ടറി ഐലൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയിട്ടതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ആ ഒരു വില്ലേജറിനെ കയറ്റുന്ന ഏരിയയും സോംബിനെ നയിക്കേണ്ട ഏരിയ ഒക്കെയാണ് ഇന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ ആ ട്യൂട്ടോറിയൽ നോക്കി അതേപോലെ തന്നെ ഉണ്ടാക്കി. ഞാനാണ് ആ വില്ലേജർ പോകേണ്ട ഒരു റെയിൽ ഫുള്ള് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ ഒരു വില്ലേജർ ബ്രീഡറിനകത്ത് 6 വില്ലേജറേ ഉള്ളൂ. ആൻഡ് അവൻ പോകുന്നില്ലല്ലോ, മേലോട്ട് കയറുന്നില്ല. ഓ മൈ ഗോഡ്, ദേണ്ട അവൻ ഇങ്ങോട്ട് വരുന്നു. ഞാൻ ഇവനെ എങ്ങനെ ഇപ്പോൾ ഒരു പ്രശ്നമില്ലാതെ പോകുമെന്നാണ് തോന്നണത്. ഒന്ന് തള്ളി വിട്ട് നോക്കും. ഇപ്പം പ്രശ്നമില്ലാതെ പോവുകയാണെങ്കിൽ പോവായിരിക്കും. തള്ളു ട്രാക്കിൽ കയറടാ മണ്ട. ഓക്കെ, ട്രാക്കിൽ കയറിയിട്ടുണ്ട്. തള്ളിപ്പോ കയറണ്ടയാണോ? ഇവിടെ കയറാൻ ഇച്ചിരി വേണം. ഇവിടെ നമ്മൾ തന്നെ തള്ളിക്കൊടുക്കണം. കയറുമോ? ഇവിടെ ഒരു പവർ ഡ്രൈവിലൂടെ വെക്കണമെന്നുള്ളത്. അതേണ്ട പോലെ അവിടെ ഇല്ല. പോ ഡിച്ച് കയറ്റി അങ്ങോട്ട്. ഓ മൈ ഗോഡ്, ഒന്ന് പോടാ. ഈ ഒരു പവർ ഡ്രൈവിൽ കയറി കഴിഞ്ഞാൽ സുഖമായിട്ട് നോക്കോളും. പോവല്ലോ. ഓക്കെ പോയിട്ടുണ്ട്. ഓക്കെ ഫസ്റ്റ് വൺ ഈസ് ഹിയർ. മൊത്തം ഇപ്പോൾ 5 പേരെ ഇതിനകത്ത് കയറ്റിയിട്ടുണ്ട്. ഇനി ഒരു വില്ലേജറിനെ കൂടെ വേണം. ആൻഡ് നമുക്കൊന്ന് നോക്കാം. എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ. എല്ലാവരും കിടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. 2 പേര് ഇവിടെ ഉണ്ട്. ആൻഡ് അപ്പുറത്ത് 3 പേരുണ്ട്. ഓക്കെ, ഇനി ഒരുത്തനോടെ കയറ്റാണ്ട്. ആൻഡ് ഇവിടെ ഒരു സോംബിനെ കൂടെ കയറ്റാണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഹിയർ. ഇവനെ കൂടെ തള്ളി ഇതിനകത്തിലോട്ടൊന്ന് കയറടേ. ഓക്കെ, ഇതിനകത്തിലോട്ടൊന്ന് തള്ളിയിട്ടിട്ട് ഇനി ഇവിടെ ഒരു ബോട്ടുണ്ട്. ആൻഡ് ഈ ബോട്ടെടുത്ത് ഇവിടെ പ്ലേസ് ചെയ്തിട്ട് ചാടി പ്ലേസ് ചെയ്തിട്ട് ഇവൻ്റെ ഒരു മൈൻ കാർട്ട് നമുക്കങ്ങ് പൊട്ടിച്ചാതി. എന്ത് ചെയ്യും? ഓക്കെ, ഇവൻ്റെ മൈൻ കാർട്ട് ഇങ്ങനെ മേലോട്ട് നോക്കി ഇവൻ്റെ ഹിറ്റ് ബോക്സിലൊന്നും കൊള്ളാതെ അടിച്ചിട്ട്. ഓക്കെ, ഇനി നമുക്ക് സിമ്പിളാണ്. ഇനി ഒരു സോംബിനോട് കൊണ്ടുവന്നാൽ മതി. ഞാൻ ആ ഒരു 6 വില്ലേജറിനെ കയറ്റിയിട്ട് പിന്നെ ആണെങ്കിൽ ഒരു സോംബിനെ കൊണ്ടുവരാനുള്ള ഏരിയ ഒക്കെ ഒന്ന് സെറ്റാക്കി. പിന്നെ അനിൽ ഞാനാണെങ്കിൽ ഒരു 4 നെയിം ടാഗ് സുബ്രു എന്ന് പേരിട്ടു. ആൻഡ് ഒരു സോംബിനെയും കൊണ്ടുവന്ന് അതിനകത്ത് ഇട്ടു. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞാനും ഒന്ന് ചത്തു. ഓ മൈ ഗോഡ്, എടാ ഞാൻ ആ ഒരു സോംബിനെ കൊണ്ടിട്ടാ ഗൈസ്. ബട്ട് ഞാൻ മേളിൽ ട്രാപ്പ് ഡോർ അടച്ചില്ല. അതേപോലെ അതിൻ്റെ മേളിലൊരു സ്ലാബും വെച്ചില്ല. തീ കൊണ്ട് ചത്തവൻ. നെക്സ്റ്റ് നൈറ്റ് ഈസ് ഹിയർ. ആൻഡ് ഇവിടെ ഒരു ക്രീപ്പർ ഇപ്പോൾ ഉണ്ട്. നമുക്ക് ഇവനെ അങ്ങ് പൊട്ടിപ്പിക്കാം. ആൻഡ് എൻ്റെ പുറകിനൊരു സോംബിയും വരുന്നുണ്ട്. നമുക്കിപ്പോൾ ഇതൊക്കെ മേളിലോട്ട് കയറാമെന്നുണ്ടാവാൻ വരുന്നുണ്ട് ഈസ്. സോ ഇതിൽ സെറ്റാവുമായിരുന്ന നൈസാണ്. ഇപ്പം തന്നെ 3-4-5 സോംബീനെ അതിനകത്ത് കൊണ്ടിട്ട് നോക്കി. അതെല്ലാം എന്തൊക്കെയോ ചത്തു. ഗോളം വന്നടിച്ചിട്ട് വന്നു ഈസ്. ആൻഡ് ഇപ്പം ഇവനെ ഇപ്പോൾ സേഫായിട്ട് അവൻ കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ നമ്മൾ ലക്കാണ്. ജയിച്ചു ഗൈസ്. ഇവൻ അതിനകത്ത് വീഴുമോ ഗൈസ്? എനിക്കറിയില്ല. ഇവൻ അതിനകത്ത് വീണ ഒരു നെയിം ടാഗും കൊടുത്ത് മേളിലൊരു സ്ലാബും വെച്ചാൽ മതി. ഓക്കെ അവൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഞാൻ ബെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇനി ഞാൻ ബുദ്ധിപരമായിട്ട് നോക്കിക്കോളാം ഗൈസ്. സ്ലാബൊക്കെ വെച്ച് ട്രാപ്പ് ഡോർ അടച്ചു, സ്ലാബും വെച്ചു. ഓക്കെ, ഇനിയും കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് വൺ ഈസ് കംപ്ലീറ്റഡ്. ആൻഡ് ഇവിടെ ഒരു ഗോളം നിൽപ്പുണ്ട്. ഞാൻ ആ ഗോളത്തിനൊന്ന് തല്ലിക്കൊന്നു. ആൻഡ് ആദ്യത്തേത് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല എഫിഷ്യൻ്റായിട്ട് തന്നെ വർക്കാകുന്നുണ്ട്. ഞാനൊന്ന് കാണിക്കാം. വെയിറ്റ്, ഈ ഡർട്ടൊക്കെ ഒന്ന് എടുത്ത് മാറ്റട്ടെ ഗൈസ്. വേണ്ടാത്തല്ല, നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്ക് ആയിട്ടൊക്കെ കണ്ടാ ഗൈസ്. പോക്ക് കണ്ട. നമ്മളാ ഒരു റെഡ് സ്റ്റോൺ ടോർച്ചും വെച്ചു. അതേപോലെ സോംബിനെ കയറ്റിയിട്ടു. നെയിം ടാഗ് എല്ലാം കൊടുത്തു. പയൻകോളം ചടപടയെന്നാണ് പോകുന്നത്. ആൻഡ് ദിസ് വൺ എൻ്റെ പൊന്നടാവേ, ഈ ഒറ്റ ഓർമ്മ ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് ഐ ടുക്ക് അറൗണ്ട് 2 hours. എന്താണെന്നറിയത്തില്ല. ആരാദ്യം ബിൽഡ് ചെയ്തു. ആൻഡ് നമ്മുടെ വില്ലേജസിനെ കയറ്റിയിട്ടു. 2-3 വട്ടം സോംബിനെ കയറ്റി. ഇറ്റ്സ് ടുക്ക് 2 ടൈം ഗൈസ്. ഒരുപാട് സമയം എടുത്തു. ഐ ഡോണ്ട് നോ വൈ ഇറ്റ് ഈസ്. എന്തായാലും നമുക്കിനി സെക്കൻഡ് വൺ അങ്ങോട്ട് ഉണ്ടാക്കി തുടങ്ങാം. സെക്കൻഡ് വണ്ണിൻ്റെ സ്ട്രക്ചർ ബിൽഡിംഗ് എല്ലാം കഴിഞ്ഞു. സോ ഇനി സോംബിനെയും വില്ലേജസിനെ കൊണ്ടുവരണം. അതിനു മുമ്പ് നമുക്ക് നമുക്ക് എന്തും വേണ്ടി അയൺ കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് ഏതാണ്ട് അറൗണ്ട് ഒരു 20 minutes എടുത്ത് കാണും. സോ നമുക്ക് എത്ര അയൺ കിട്ടിക്കാണോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഐ ആം സോ ക്യൂരിയസ്. ഞാൻ ഇതുവരെ വന്ന് നോക്കിയിട്ടില്ല. ഓ മൈ ഗോഡ്, only 20 minutes 3 സ്റ്റാക്ക്. ആൻഡ് ഇത് ജസ്റ്റ് ഈ ഒരു ഫാമിൻ്റെ 25% പവറിലാണ് വർക്കാകുന്നത്. ഇനി 3 കൂടെ ഉണ്ടാക്കാണ്ട്
ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കി സെക്കൻഡ് വൺ. ഓക്കെ, ഞാൻ രണ്ടാമത്തതും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവിടെ അയൺകളൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. സോ നമുക്ക് ഇനിയും താഴെ പോയി നോക്കാം ഇപ്പോൾ എന്തും വേണ്ടി അയൺ ആയി കാണുമെന്ന്. ആൻഡ് ഐ ആം സോ ക്യൂരിയസ് ഹൗ മച്ച്. ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്, കൊള്ളാമല്ലോ ഈ ഫാം കൊള്ളാം. ഇതിപ്പോൾ 50% പവറിലാണ് ഇപ്പോൾ ഇത് വർക്കായിക്കൊണ്ടിരുന്നത്. ബട്ട് ഞാൻ ഈ ഒരു ഫാം ഇപ്പോൾ ഒരു സെക്കൻഡ് വൺ ഉണ്ടാക്കിയിട്ട് 1 മിനിറ്റായി കാണുമെന്ന് തോന്നുള്ളൂ. ഒരു ഒറ്റ ഫാം വെച്ചാണ് ഇത്ര നമുക്ക് അയൺ കിട്ടിയത്. 2 അയൺകളാണ് ഇപ്പോൾ ചത്തുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് മൂന്നാമത്തെ കംപ്ലീറ്റഡ്. ഇപ്പം 3 ഇടത്തും അയൺകോണ സ്പോൺ ആകുന്നുണ്ട്. ആൻഡ് നമുക്കൊന്ന് താഴെ പോയി നോക്കാം. ഇപ്പോൾ ഈ ഒരു ഫാമിൻ്റെ 75% സ്പീഡിലാണ് ഇപ്പോൾ വർക്കായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊന്ന് താഴെ പോയി നോക്കാം ഹൗ മച്ച്. നല്ല ലാഗ് ഉണ്ട് ഇങ്ങോട്ട് വരും. ഓ മൈ ഗോഡ്, ഞാൻ ഇടയ്ക്ക് പോപ്പീനെ എടുത്ത് ഞാനൊന്ന് ഇതാക്കിയായിരുന്നു, ബോണിനാക്കിയായിരുന്നു. ഓ മൈ ഗോഡ്, ആ ഒരു പെട്ടി ഏതാണ്ട് ഒരു 25% കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ദിസ് ഫാം ഈസ് ഗുഡ്. നമുക്കിനി ഒരെണ്ണം കൂടെ ഉണ്ടാക്കാണ്ട് 4th വൺ നമുക്ക് അതുകൂടെ ഒന്ന് പോയിട്ട് ഉണ്ടാക്കാം. ഓക്കെ, നമ്മൾ 4th വൺ ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് ഇനിയിപ്പോൾ സോംബിനെ പിടിക്കുന്നത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആൻഡ് ഈ ഒരു 4th വൺ സോംബിനെ നമ്മൾ ഇടാൻ പോകുന്ന പേര് മാക്കാൻ എന്നാണ്. ആൻഡ് മൈ ഗോഡ്, ഞാൻ ഇടയ്ക്ക് വെച്ചൊന്ന് ചാവുകയൊക്കെ ചെയ്തു. 2-3 ദിവസം കഴിഞ്ഞാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഞാൻ ഈ ഒരു വീഡിയോൻ്റെ സ്റ്റാർട്ടിങ് ഒക്കെ കണ്ടത് ഞാനാണെങ്കിൽ 2-3 ദിവസം മുമ്പ് എടുത്ത വീഡിയോസാണ്. ഈ ഒരു 3 ഫാം ഞാൻ 2-3 ദിവസം മുമ്പ് ഉണ്ടാക്കിയാണ്. ആൻഡ് നമുക്കിനി താഴോട്ട് ഇറങ്ങിയിട്ടൊരു സോംബിനെ എടുക്കാൻ പറ്റുമോ നോക്കാം. ഇവിടെ ഒരു സോംബി ഉണ്ട്. ഇതേണ്ട ഗൈസ്, ഒരു സോംബിനെ കാണാം. ആൻഡ് അത് വന്ന് കയറണം ഗൈസ്. അവനാണെങ്കിൽ ഗൈസ് ആ സോംബിനെ സ്കെൽട്ടൻ അല്ല അടിച്ചിട്ട് ഗൈസ്. സോ ഞാൻ ഈ സ്കെൽട്ടനെ ഇപ്പോൾ അടിച്ചിട്ടുണ്ട്. ഇനി വേറെ എവിടെയെങ്കിലും ഒരു സോംബിനോട് നമുക്ക് ഒപ്പിക്കണം ഗൈസ്. എനിക്കൊരു സോംബിനെ കിട്ടിയിട്ടുണ്ട്. അവൻ പുറകിന് വരുന്നുണ്ട്. സോ നമുക്ക് ഇതിനകത്ത് കയറണം. ഈ വില്ലേജസ് എല്ലാം ഉറങ്ങാണ്. സോ ഓക്കെ, വരുന്നുണ്ട്. ഓക്കെ, അവനെത്തി. ചാടിക്കോ, മര്യാദയ്ക്കകത്ത് കയറിക്കണം. അവൻ കയറിയിട്ടുണ്ട്. ആൻഡ് ഇത് നമുക്ക് അവന് പേര് കൊടുക്കണം. ഒരു ചടങ്ങുണ്ട്. വെയിറ്റ് ഒരു ട്രാപ്ഡോറൊക്കെ പൊട്ടിച്ചളയട്ടെ. ട്രാപ്ഡോർ പൊടിച്ചിട്ട് ഇവിടെ സ്ലാബ് വെക്കണം. എന്നിട്ട് ഇവനൊരു പേര് കൊടുക്കുന്നൊരു ചടങ്ങുണ്ട്. ഈ താഴോട്ടൊന്ന് ഇറങ്ങണം. ഇവിടെ ഞാൻ ഗ്ലാസ് വെച്ചിട്ടില്ല. താഴോട്ട് കുഴിച്ചിറങ്ങുക. ഞാൻ ഗ്ലാസ് പൊട്ടിക്കില്ലേ. 2 സോംബില്ലേ. ഞാൻ പിന്നെ രണ്ടാമത് സോംബിനെ എടുക്കാൻ പോയേ. ഷിറ്റ്, ഞാൻ മാക്കാനെ തോന്നി ഇപ്പോൾ തല്ലിയ. എടാ, മാക്കാനാണോ അത് മകൻ എന്നാണോ വായിക്കണേ? അല്ലണോ, ഞാൻ മാക്കാൻ എന്നാണ് അടിച്ചത്. നിങ്ങൾ മകൻ എന്നാണ് വായിക്കുന്നെങ്കിൽ സോറി. ആൻഡ് ഈ ഒരു സോംബിനെ തല്ലിക്കൊല്ലണ്ടേ. എൻ്റെ ആക്സ് പൊട്ടിപ്പോയി ഗൈസ്. ചാവടാ, വേഗം ചാവ് നീ, വേഗം ചാവടാ. ഓക്കെ, അവൻ ചത്തു. ഇനി മേളിലോട്ട് ഗ്ലാസ് വെക്കണം. ഗ്ലാസ് എടുക്കുക, ചാടി വെക്കുക. ഇനി നമുക്കൊന്ന് ഉറങ്ങാം ഗൈസ്. ഞാനിവിടെ ബെഡൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ദർ ഈസ് എ മോൺസ്റ്റർ നിയർ ബൈ. ബെഡ് താഴെ പോയല്ലോ. ചാടിയങ്ങ് എടുക്കാം. ഓ മൈ ഗോഡ്, ബെഡ് പൊട്ടിച്ചു. നോ ഗൈസ്. ഈ ഒരു സീരീസ് തുടക്കം തൊട്ട് കാണാത്തവർക്കറിയാം, തുടക്കം തൊട്ട് കണ്ടവർക്കറിയാം. ദിസ് ഈസ് അവർ സ്പോൺ. അയ്യോ, ഇവിടെ നിന്ന് ഇനി 1000 ബ്ലോക്ക് നടക്കണേ. ഐ ആം ബാക്ക്. ആൻഡ് നമുക്കൊന്ന് മേളിൽ പോയി നോക്കാം. നമ്മുടെ ഒരു അയൺ ഫാം നല്ല ഫുൾ സ്പീഡിൽ വർക്കാകുന്നുണ്ട്. അവിടെ നിന്നൊരു ഗോളം പോയി. അപ്പോൾ അവിടെ നിന്നൊക്കെ സ്പോണായി വരും. ആൻഡ് ഇറ്റ്സ് ഫുള്ളി ഓൺ പവർ ഗൈസ്. നമുക്കിനി എന്തും വേണ്ടി അയൺ കിട്ടിയെന്ന് നോക്കാം. ഞാൻ ഇടയ്ക്കൊന്ന് ചെന്ന് അയൺ ബ്ലോക്കൊക്കെ ആക്കി വെച്ചായിരുന്നു. ആൻഡ് ഇപ്പോൾ താഴെ ചെന്ന് നോക്കാം. അത്യാവശ്യം കാണുമായിരിക്കും. ഐ തിങ്ക് ഒരു 2 സ്റ്റാക്കെങ്കിലും കാണും. ലെറ്റ്സ് ചെക്ക് ഇറ്റ്. ഓക്കെ, ഇപ്പോൾ ഒരു അയൺ കോളച്ചാവുന്നുണ്ട്. ഇവിടെ എത്തുണ്ട് റോട്ടൺ ഫ്ലഷ്. ഇതാണ്ട് ഇപ്പം 4 ബോൺ ബ്ലോക്ക് ആയിട്ടുണ്ട്. ആൻഡ് ഇപ്പുറത്ത് 26 അയൺ. ആൻഡ് ഈ ഒരു പെട്ടിയിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. കണ്ടോ ഗൈസ്, 3 സ്റ്റാക്ക് അയൺ ബ്ലോക്ക് ഉണ്ട്. ആൻഡ് ഇവിടെ തന്നെ 2 സ്റ്റാക്ക് അടുപ്പിച്ചിരിപ്പുണ്ട്. ഞാനൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ച് നമുക്ക് എന്നും വേണ്ടി ബ്ലോക്ക് ഇട്ട് നോക്കാം. ഐ തിങ്ക് ഒരു 3 സ്റ്റാക്ക് ബ്ലോക്ക് ഉണ്ട് ഗൈസ്. അയൺ ബ്ലോക്ക് നമുക്കുണ്ട്. നമുക്കിപ്പോൾ വേണ്ട, അയണൊന്നും വേണ്ട. അത്യാവശ്യത്തിനുണ്ട് ഗൈസ്. അത്യാവശ്യമല്ല, ആവശ്യത്തിനുണ്ട്. അനാവശ്യത്തിന് വരെ വേണം നമുക്ക് യൂസ് ചെയ്യാം ബ്രോ. അത്രയ്ക്കുണ്ട്. ആൻഡ് നമുക്ക് ഇതൊന്ന് ബ്ലോക്ക് ആക്കി നോക്കാം. ഓക്കെ, 21 ബ്ലോക്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈ പെട്ടി വെക്കുമ്പോൾ എത്ര ബ്ലോക്കായി നോക്കട്ടെ. ഓക്കെ, 3 സ്റ്റാക്കും 20 എണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നമുക്കിനി ഇതും കൊണ്ട് 20 എണ്ണം കൊണ്ട് നമുക്ക് വീട്ടിൽ പാടി. ഞാൻ ഇവിടെ വീട്ടിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ഡയമണ്ട് ആർമർ എല്ലാം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഡയമണ്ട് ആർമർ മേടിക്കാൻ വന്നതല്ല, കുറച്ചൊന്ന് ട്രേഡ് ചെയ്ത് ഒരു 12 എമറൽഡ് ആക്കിയിട്ടുണ്ട്. ആൻഡ് നമുക്ക് ആവശ്യത്തിന് അയൺ അവിടെ ഉണ്ട്. നമുക്ക് പോകുന്ന AFK നിന്നാൽ മതി, ഒരു 5 മിനിറ്റ് നിന്നാൽ മതി, നമുക്ക് അത്യാവശ്യത്തിന് കിട്ടും. ആൻഡ് ഇനിയിപ്പോൾ നമുക്ക് അയൺ വേണ്ട ഗൈസ്. പിന്നെ നമ്മുടെ ഒരു പഴയ ഫാമിൽ നിന്ന് ചെറുതായിട്ടാണെങ്കിൽ ലൂട്ടൊക്കെ കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് ഞാൻ അവിടെ എന്തെങ്കിലും ബിൽഡ് വരുന്നവരെ ഞാൻ പൊട്ടിക്കുന്നില്ല, അതവിടെ നിൽക്കട്ടെ ഗൈസ്.
ഇതേ കണ്ട ചെറുതായിട്ടാണെങ്കിലും ഇവിടെ ലൂട്ട് ഇടുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഗെയിം ഒരു 5 മണിക്കൂർ 10 മണിക്കൂർ കൊണ്ട് കളിക്കുകയാണ്. ഇന്നൊരു ദിവസം കൊണ്ടല്ല, ഈ ഒരാഴ്ച കൊണ്ട് ഞാൻ 10 മണിക്കൂർ 15 മണിക്കൂർ കൊണ്ട് കളിച്ചിട്ട് എനിക്ക് കിട്ടിയത് ആകെ 3 സ്റ്റാക്കില്ല 2.5 സ്റ്റാക്കായൻ. കുഴപ്പമില്ല, ഇടയ്ക്കിടയ്ക്കായിട്ട് ചെറുതായിട്ടാണെങ്കിലും നമുക്ക് അയൺ കിട്ടുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യത്തിന് അങ്ങോട്ട് പോയപ്പോൾ നമ്മുടെ ഫാക്ടറി ആയതിൻ്റെ വരെ നമുക്ക് പോകണ്ടല്ലോ ഗൈസ്. സോ അതുകൊണ്ട് ഇരിക്കട്ടെ. എനിക്കിപ്പോൾ അയൺ വേണ്ട ഗൈസ്, അത്യാവശ്യമുണ്ട്. ഇപ്പോൾ തന്നെ 34 ബ്ലോക്ക് ഇരിക്കുന്നു ഗൈസ്. സോ നിങ്ങളുടെ നെയിം താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ നെയിം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ബോഡി വരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വരുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്. ബൈ. Yeah, I'm the king when I'm in the rain. I'm a G when I'm in the vein. Gone link pics on a middleman. Ain't nothing but a gold thing.